മല്ലികേ, നിന്റെ സ്വീറ്റ് ആർട്ടിനെ കാണാനല്ലോ. വരുവടി, മണി 5 ഉള്ളൂ. ഹോസ്റ്റൽ വാർഡിനോട് കള്ളം പറഞ്ഞാ നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് കമ്മീഷൻ വേറെ വേണം. എന്റെ ചെലവിൽ എല്ലാവർക്കും ഐസ്ക്രീം പോരെ? ഹായ് മല്ലിക. ഹായ് കുമാർ. ഇന്നും വാർഡന്റെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിന്ന് ചാടിയത്. കൂടെ വന്നതിന് ഫ്രണ്ട്സിനും ഓരോ ഐസ്ക്രീമും. എന്റെ വകയായി ഒരു കാഡ്ബറീസും കൂടെ കൊടുത്തേക്കും. ഇതാ. എത്ര നാളാണ് ഈ ഒളിച്ചുകളി? എന്ന് വെച്ചാൽ പരസ്പരം സ്നേഹിക്കുന്ന ആണും പെണ്ണും വിവാഹം കഴിക്കും. ഓ, അക്കാര്യം സംഗതി സീരിയസ് മാറ്റർ അല്ലേ? നമുക്ക് ആലോചിച്ച് കളയാം. എനിക്കും കൂടെ ഒരു കടി തരൂ. അതെന്റെ ഡാഡിയാണ്. നിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന പെണ്ണേതാ? ഡാഡി, അത് മല്ലികയാണ്. പേരെനിക്കറിയണ്ട. നീയും അവളും തമ്മിലുള്ള ബന്ധം? അത് ഗേൾഫ്രണ്ട്, ദാറ്റ്സ് ഓൾ. ഗേൾഫ്രണ്ട്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇത്തരം ബന്ധവും അടുപ്പവും നല്ലതല്ല. നിന്റെ പ്രായത്തിൽ എനിക്കും ധാരാളം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരിൽ ആരുമായും തെറ്റായ രീതിയിൽ ഞാൻ പെരുമാറിയിട്ടില്ല. എന്നിട്ടും എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് എന്താണെന്ന് അറിയാമോ? വിലപ്പെട്ട എന്റെ ജീവിതം. കാലം എത്ര മാറിയാലും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അപവാദങ്ങളുണ്ടാകും. Take it from me. Yes, Daddy. ഞാൻ സൂക്ഷിച്ചോളാം. All right. When is your exam? Are you studying well? Yes, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും. Sure? Sure. That's good. വരൂ, ഊണ് കഴിക്കാം. അമ്മേ. എന്താ മുരളി? അമ്മേ, ഞാൻ പാസ്സായി അമ്മേ. ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് റാങ്ക്, യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആണ് അമ്മേ. ആണോ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഈശ്വർ നിന്നെ കൈവിടിയില്ല. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറിയിരിക്കുകയാണ് മോനെ. അമ്മേ, എനിക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. നാളെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോകണം. തിരുവനന്തപുരത്തോ? അതെ അമ്മേ. ആ, നീ ആദ്യം വല്യമ്മാവിന്റെ അനുഗ്രഹം വാങ്ങ. വല്യമ്മ, ഞാൻ പാസ്സായി, എന്നെ അനുഗ്രഹിക്കണം. നീ ദൈവാനുഗ്രഹമുള്ളവനാണ്. നീ വലിയ നിലയിലെത്തും. ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഫസ്റ്റ് ക്ലാസ് ചുമ്മാ പൊങ്ങിച്ച പറഞ്ഞു നടന്നാ പോരാ, പഠിക്കണം. നാണക്കേട്. ഞാൻ നന്നായി എഴുതിയിരുന്നു ഡാഡി. വേണ്ട വേണ്ട, ഇനി ഒന്നും കേൾക്കണ്ട. ഞാൻ ഇനി തുടർന്ന് പഠിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ജോലിക്ക്. ആ, എന്റെ പൊന്നു മോനെ, ഇനി അതാ നല്ലത്. ഇതാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. മെനി താങ്ക്സ് സർ. അങ്ങയുടെ ഫാക്ടറിയിൽ എനിക്ക് ജോലി വന്നതിന് ഞാൻ അങ്ങയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നോ നോ നോ, മുരളിയെ പോലെ ബ്രില്യന്റ് ആയ ഒരു എഞ്ചിനീയറെ കിട്ടുന്നത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. യു ക്യാൻ ജോയിൻ ടുഡേ ഇറ്റ്സെൽഫ്. താങ്ക് യു സർ. ഹലോ മേനൻ. ഹലോ ഗോപി. ആ മുരളി, ഇതെന്റെ ഫ്രണ്ടാണ്, ഡോക്ടർ ഗോപിനാഥ്. നമസ്കാരം. നമസ്കാരം. ആ, ഇത് മുരളി, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ. ഇന്നാണ് അപ്പോയിന്റ് ചെയ്തത്. യു സി, മുരളി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആണ്. വെരി ഗുഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇതെന്റെ മകൻ കൃഷ്ണകുമാർ. പ്ലീസ് ടു മീറ്റ് യു. ഹലോ. ആ, ഇരുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഫാക്ടറിയിലോട്ട് പോട്ടെ. ഓക്കെ. എടോ, ഇവൻ പരീക്ഷയിൽ തോറ്റുപോയി. ഇനി പഠിപ്പിച്ചാലേ ഇവൻ പാസ്സാകുമെന്ന് എനിക്കും അവന് യാതൊരു പ്രതീക്ഷയുമില്ല. തന്റെ ഫാക്ടറിയിൽ ഇവൻ എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ജോലി ഒന്നും വിടില്ല. കൃഷ്ണകുമാർ, നിന്നെ ഇവിടുത്തെ സെയിൽസ് മാനേജരായി അപ്പോയിന്റ് ചെയ്യാം. എന്താ? സെയിൽസ് മാനേജർ? അത്രയും വലിയ പോസ്റ്റ് ഇവന് വേണോ? അതൊക്കെ എനിക്കറിയാം. കൃഷ്ണകുമാർ മിടുക്കനാവും. ഹി വിൽ ഷൈൻ. താൻ നോക്കൂ. താങ്ക് യു വെരി മച്ച്. ഇല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നില്ല. നീ എന്നെ നിർബന്ധിക്കരുത് മുരളി. അമ്മേ, എനിക്ക് ഫാക്ടറി ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയാൽ എനിക്ക് അവിടെ മനസ്സുഖത്തോടെ ജോലി നടക്കുന്നു. സുമതി, മുരളി പറയുന്നതാ ശരി. നീ അവന്റെ കൂടെ പോകണം. അമ്മയെ പിരിഞ്ഞ് താമസിച്ച ശീലം അവനില്ലല്ലോ.
അതിനൊക്കെ പുറമെ അവന് ജോലി ചെയ്ത് അവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം നീ ഇനി കഴിയാൻ. അതിനു വേണ്ടിയല്ലേ അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത്? അമ്മ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും. സുമതി, മുരളിയുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോ. അതാ നല്ലത്. ശരി, പോകാം. ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല. വേണ്ട. നഴ്സറി സ്കൂൾ വീട് വെച്ചില്ലേ? എടി പാൻസോ, എവിടുന്നടി ഇത്രയധികം ഇൻസ്ട്രുമെന്റ്സ്? സോറി, കുട്ടികൾ? ഡാഡി, ഞങ്ങൾ മാത്രമല്ല, ആ. ചേച്ചിയുടെ കുട്ടികളുണ്ട്. ഏത് ചേച്ചി? ചേച്ചി, ക്ലാര ചേച്ചി. ഐ സീ. രാരാരം രാരാരം രാരാരം. Go back, go back, go back, go back, go back. വേണ്ട വേണ്ട, ഈ വിളി എനിക്ക് കേൾക്കണ്ട. കൊള്ളക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ഈ 2 ബിസ്ക്കറ്റാണ് കിട്ടിയത്. കൊള്ളക്കൂട്ടോ? യെസ്, ചിൽഡ്രൻസ്. 1 കിലോ കൊണ്ടുവന്നതാ. പിടിച്ചു പറിച്ചു, എന്നെയും പൊട്ടിച്ച് പങ്കുവെച്ച് തിന്നുമായിരുന്നു. റിയലി. തിന്നോ തിന്നോ, കൊള്ളക്കൂട്ടം തരും. ഭാര്യ, ഈ പോസിൽ നീ ഒരു ക്ലിയോപാട്രയാണ്. യെസ്, ക്ലിയോപാട്ര തന്നെ. ഭാര്യ, കണ്ടോ കണ്ടോ, വീണ്ടും തുടങ്ങിയല്ലോ. എന്നെ കൊണ്ട് വയ്യ, എനിക്ക് സാധിക്കത്തില്ല. Don't call. What, mummy? What, daddy? എന്തിനാ വിളിച്ചെന്ന് മോളോട് പറയണം. വാട്ട് ഈസ് ദിസ്? നിന്റെ ഭർത്താവ് ജോലിക്കൊന്നും പോകുന്നില്ലേ? എന്തൊരു ക്വിക്ക് ഡെലിവറി! 3 വർഷം കൊണ്ട് 4ാമത്. മൈ ഗോഡ്! ഷോ തുടങ്ങിയല്ലോ. എന്താ, ടിക്കറ്റ് കിട്ടിയില്ലേ? കിട്ടി. ഒരു ഫ്രണ്ട് വരാനുണ്ട്. ഫ്രണ്ട് മതിയെങ്കിൽ ഞാൻ പോവടാ.
ഇറങ്ങിയിട്ട് ആദ്യം നിനക്ക് ഞങ്ങൾ പഠിപ്പിച്ചുതരാം. എന്തായാലും താൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. പോറും. ആഹാ, അങ്ങനെ അങ്ങ് പോകാനൊക്കോ? ഇനി പോയിക്കൊള്ളൂ. അവന്മാർ ടയറിന്റെ കാറ്റ് തുറന്നു വിട്ടു. സ്വിച്ച് കീ എടുത്തിട്ട് പോയി. വിരോധമില്ലെങ്കിൽ എന്റെ സ്കൂട്ടിയിൽ കൊണ്ടാക്കാം. വരൂ. വരൂ, അകത്തേക്ക് വരൂ. നോ താങ്ക്സ്, പോകാൻ തിരക്കുണ്ട്. പ്ലീസ്. ഇനി ഒരിക്കലാകും. ഉഷേ, നീ എന്താ മോളെ ഇത്ര വൈകിയത്? ബൈക്ക് വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയി ഡാഡി. എന്നിട്ട് എന്നെ ഒരാൾ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ഇവിടെ വിട്ടു. ആരാ അത്? ആരാ? ഞാനറിയില്ല ഡാഡി, ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ അകത്തേക്ക് ക്ഷണിച്ചു, വന്നില്ല. ധൃതിയാണെന്നും പറഞ്ഞു പോയി. ആ ശരി, മോൾ പോയി ഊണ് കഴിക്കും.